ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളൂ. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അനന്തപുരി തറവാട്ടിലെ ഓണാഘോഷമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ അതിനിടയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നന്ദാവനത്തിലെ ഓണാഘോഷവും കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഉറിയടി മത്സരമാണ്. അപ്പൊ ഉറിയടി മത്സരമാണ് അവസാനത്തെ മത്സരം. അപ്പൊ അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഉറിയടി മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഊഞ്ഞാലാടുകയാണ് കേട്ടോ. അങ്ങനെ ചന്തുമോളെയും കയറ്റി വെച്ച് മുത്തശ്ശനും ഇങ്ങനെ ഊഞ്ഞാലാടുന്നു. അപ്പോഴാണ് ഉറിയടി മത്സരം ആരംഭിക്കാൻ പോവാന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഉറി അടിക്കുന്നു. എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ അനന്തപുരി തറവാട്ടിലെ നെടുന്തൂണായ മൂർത്തി മുത്തച്ഛനാണ് ഉറിയടിയിൽ ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്നത്. അങ്ങനെ മുത്തച്ഛൻ ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്നു. അപ്പൊ അനിയാണ് കേട്ടോ ഇപ്പൊ ഈ ഉറി ഇങ്ങനെ താത്തിയൊക്കെ കൊടുക്കുന്നത്. അപ്പം ആദർശ് പറയുന്നുണ്ട്, എടാ കള്ള, നീ മുത്തച്ഛന് വേണ്ടി ഉറി താത്തി കൊടുത്തതല്ലേ, അതുകൊണ്ടല്ലേ മുത്തശ്ശൻ ഉറി അടിച്ചതെന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങനെയൊന്നുമല്ല, കുറച്ചെങ്കിലും പൊക്കം വേണം. മുത്തശ്ശന് നല്ല പൊക്കമുണ്ട്. ആ പൊക്കം ആദർശേട്ടന് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ആദർശേട്ടൻ വിൻ ചെയ്തേനെ. ഇപ്പൊ ഏതായാലും വിൻ ചെയ്തിരിക്കുന്നത് മുത്തശ്ശൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ കുറെ മത്സരങ്ങളൊക്കെ ഇങ്ങനെ ആയി, അങ്ങനെ ക്ഷീണിതനൊക്കെ ആയല്ലോ നമ്മുടെ മുത്തശ്ശൻ. അപ്പൊ വസുന്ധര പറഞ്ഞു, മതി മതി മതി, നിർത്ത്, അസുഖം ഉള്ളതാണ്, എന്തിനാ വെറുതെ അസുഖം വീണ്ടും വലിച്ചു വെക്കുന്നത്. ഇനിയിപ്പം ആരോഗ്യം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെയും ഒക്കെ ഞാൻ കുറ്റം പറയത്തുള്ളൂ. കാരണം വേറൊന്നുമല്ല, നിങ്ങളാ ഇതിനെല്ലാം ഇദ്ദേഹത്തെ നിർബന്ധിക്കുന്നത്. ഇദ്ദേഹത്തിന് അസുഖം കൂടിക്കഴിഞ്ഞാലേ നിങ്ങളെ തന്നെ ഇനി ഞാൻ കുറ്റം വെക്കും. അപ്പൊ എല്ലാവർക്കും പേടിയായിട്ടോ. അതിനിടയിലാണെങ്കിൽ അനാമിക നിന്ന് പ്രാർത്ഥിക്കുക, ഓ അങ്ങനെയെങ്കിലും ഈ ഭണ്ഡാരക്കിളവനൊന്ന് ചത്താ മതിയായിരുന്നു. ഓ ഇപ്പോഴും കണ്ടില്ലേ ആരോഗ്യം, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കേണ്ട സമയത്തും ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ഇതുവരെ ഇങ്ങേരെ കുഴിയിലേക്ക് എടുക്കാറായില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ മുത്തശ്ശന്. അപ്പൊ ഏതായാലും ഈ സമയത്താണെങ്കിൽ അവിടെ കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പും ഒക്കെ കത്തിക്കുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ എന്ത് പറ്റി ഈ അനന്തപുരി തറവാട്ടുകാർക്കെന്ന്. ഇവരെന്ത് വിശേഷ ദിവസം ഉണ്ടെങ്കിലും കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ കത്തിക്കില്ല. ഈ ഓണത്തിന് കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ നിങ്ങളുടെ നാട്ടിൽ കത്തിക്കാറുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ കത്തിക്കാറില്ല കേട്ടോ. പടക്കമൊക്കെ പൊട്ടിക്കാറുണ്ടോ ഓണത്തിന്? അറിയില്ല, പല നാടുകളിലും പല രീതികളാണല്ലോ. അതൊക്കെ പോട്ടെ. അപ്പൊ ഇതിനിടയിൽ ഇനിയിപ്പം എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ അനാമിക ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോഴത്തേക്കും ജാനകി വിളിക്കുകയാണ്, മോളെ നീ ഇപ്പോൾ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട, മുത്തച്ഛൻ ഇവിടെയുണ്ട്, അതുകൊണ്ട് നീയും കൂടി ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞ് അനാമികനെ വിളിക്കുകയാണ്. അപ്പൊ അനാമികയുടെ അടുത്ത് വന്ന് നിന്നു. ഇതിന്റെ കൂടെ ആണെങ്കിൽ നമ്മുടെ ജലജ അനാമികയോട് പറയുന്നുണ്ട്. അപ്പം ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പോയി കേട്ടോ. അനന്തപുരി തറവാട്ടിലെ മൂർത്തി മുത്തച്ഛനും നമ്മുടെ വസുന്ധരയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ പറയാണ്, നീ ശ്രദ്ധിച്ചായിരുന്നോ, അവൻ നിന്റെ കൂടെ ചേർന്ന് നിന്നതേയില്ല, ആ അനി അവന് ഒഴിഞ്ഞു മാറി മാറി നിൽക്കുമായിരുന്നെന്ന്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അവളെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിപ്പോയതാ, അതാ അവന് ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് വന്ന് നിൽക്കാതിരുന്നത്. അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പച്ചി, അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. അപ്പൊ നവ്യ പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയട്ടെ അനാമികെ, ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിച്ച് വശത്താക്കുക ചെയ്യേണ്ടത്. നിനക്ക് അതിനുള്ള കഴിവില്ല, നീ എന്നെ കണ്ടുപിടിക്കുക. എൻ്റെ ഭർത്താവ് എന്നെ ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നൊന്നുമില്ല. എൻ്റെ ഭർത്താവ് ഞാൻ കീരിയും പാമ്പിനെ പോലെ ആയിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിച്ച എൻ്റെ ഭർത്താവിനെ ഞാൻ വശത്താക്കി എടുത്തത്. അതുപോലൊരു കഴിവുണ്ടെങ്കിലേ അനാമികെ നിനക്കും അതിന് പറ്റും. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. പിന്നെ അതിനൊന്നും ശ്രമിക്കാതെ വേറെ ആൾക്കാരെ തേടി പോകുന്നവരോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല പല പല കള്ളങ്ങളും തെളിയാനും ഉണ്ട്. ഇനി ആ നെക്ലേസ് എടുത്തത് ആരാണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി പല കള്ളത്തരങ്ങും വെളിയിൽ വരാനുമുണ്ട്. അതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ജീവിതം കൂടുതൽ സങ്കീർണമാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമികയോട് നവ്യ പറയുകയാണ്. അപ്പൊ നവ്യ പറയുന്നത് കേട്ടിട്ട് അനാമികയ്ക്ക് ചെറിയൊരു പേടിയുണ്ട്. ബാക്കി സത്യങ്ങളൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അനാമിക അനന്തപുരി തറവാടിന് വെളിയിൽ തന്നെയാകും. ഏതായാലും നമ്മുടെ നവ്യ അനാമികയുടെ കൂടെ ഒന്നും അല്ല, അനാമികന് ഇപ്പോഴും വെറുപ്പ് തന്നെയാണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഒരു ഡയലോഗിൽ നിന്ന്. അങ്ങനെ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു സെറ്റ് സാരിയൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അങ്ങനെ നന്ദു റെഡി ആയിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് അനിയേയും കാണിക്കുന്നുണ്ട്. അനിയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഇതെന്താ പറ്റിയത്, ഇവളെന്താ ഒരു ഫോട്ടോ പോലും അയച്ചു തരാത്തത്? ഞാന് എടുത്ത സാരി ആയിരിക്കോ അവൾ ഉടുത്തിട്ടുണ്ടായിരിക്കുക? അവൾ എന്താ ഫോട്ടോ അയക്കാത്തത്? അവൾ ഫോട്ടോ അയക്കേണ്ടതായിരുന്നല്ലോ.
ഇങ്ങനെയുണ്ടോ മനുഷ്യനാണെങ്കിൽ കാണാൻ കൊതിയാവുക. അവള് സാരി ഉടുത്ത് നിൽക്കുന്നത്, ആ സാരി എടുത്തപ്പോ തന്നെ ഞാൻ എൻ്റെ മുമ്പിൽ അവളുടെ ആ ഒരു രൂപം കണ്ടതാ. ഉഫ്, അതുപോലെ തന്നെയാണോ എന്ന് അറിയാനായിരുന്നു. ഇവൾ അയക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു മെസ്സേജ് വരിക. അത് കൂട്ടുകാരനായിരുന്നു കേട്ടോ. ഓ, ഇവനൊക്കെ മെസ്സേജ് അയക്കാൻ കണ്ട നേരം എന്ന് പറഞ്ഞ് അനു ഇങ്ങനെ പുറപുറത്ത് നടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂട്ടിൽ ഉറുമ്പ് കടിച്ച ഒരവസ്ഥയാണ്. ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ നന്ദുവിന്റെ ഫോട്ടോ കാണണം. ഈ സമയത്തായിക്കോട്ടെ നന്ദു കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവനിക്ക് അയച്ചു കൊടുക്കണം. അവൻ ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒരുപാട് സന്തോഷമാവും. വേണ്ട, അവനങ്ങനെ ഒരുപാട് സന്തോഷിക്കണ്ട. സന്തോഷിച്ചു കഴിഞ്ഞാലേ ചിലപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കുഴപ്പമാകും. മാത്രമല്ല പിന്നെ അത് വലിയ പ്രശ്നമാകും. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്ത് അവൻ്റെ കൺട്രോൾ മൊത്തം പോകും. പിന്നെ അവൻ എന്നെ കാണണം എന്നായിരിക്കും ആഗ്രഹം. അതുകൊണ്ട് ഫോട്ടോ അയച്ചു കൊടുത്ത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുകയാണ്. പാവ അനി, ഒരു ഫോട്ടോ ഇപ്പൊ കിട്ടും, ഒരു ഫോട്ടോ ഇപ്പൊ വരുന്നോർത്ത് കാത്ത് കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരുന്നിട്ടും ഒരു ഫോട്ടോസും വരുന്നില്ല. ഇതിനിടയിൽ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശിനെയാണ്. അങ്ങനെ നമ്മുടെ ആദർശ നയനയും ഈ അവിടെ നടന്ന മത്സരങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാ. ഏതായാലും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാനായിട്ട് കഴിഞ്ഞല്ലോ. ഇനിയിപ്പൊ ഉത്രാടത്തിന്റെ തല ദിവസത്തെ ആട്ടോ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പൊ തിരുവോണത്തിന്റെ അന്ന് വേണം ഇനി അടിച്ചു പൊളിക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, തിരുവോണത്തിന്റെ അന്ന് ഞാൻ എല്ലാവർക്കും ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം. ഇത് കേട്ടതും ആദർശ, എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമോ? അതെന്താ നയന? അത് എന്തായിരിക്കും? ആദർശേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ആദർശേട്ടന് മനസ്സിലാകും. എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യം അതൊക്കെ പോട്ടെ, പക്ഷെ എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമുണ്ട്. അത് നീ ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവാണോ? ഞാന് ഒരു കൊച്ചിന്റെ അച്ഛനാകാൻ പോവാണോ? അപ്പോഴത്തേക്കും പറഞ്ഞു, ദേ പോവാതെ ചേട്ടാ, അതൊന്നുമല്ല. അല്ല, നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക സന്തോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പം ഈ ഒരു സന്തോഷം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കാനുള്ളൂ. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. അതൊന്നുമല്ല, അതിനേക്കാൾ വലിയൊരു സന്തോഷം, ഇപ്പൊ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം. ഓ, അങ്ങനെ ഒരു സന്തോഷം? അതെന്താന്നതിനാ എനിക്കിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ഏതായാലും വെയിറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പറയാലോ ഞാന്. അതെന്താ ഇന്ന് പറഞ്ഞാല്? ഇന്ന് തന്നെ പറഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ? ഇന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ഒരു സസ്പെൻസും സർപ്രൈസും ഒക്കെ അങ്ങ് പോകും. എല്ലാവർക്കും സന്തോഷമാകുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഒരുപാട് കൊതിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കേട്ട് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഈ ലോകം പിടിച്ചടക്കിയതുപോലെയാ. ശോ നയന, കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് തുറന്നു പറഞ്ഞല്ലോ ആദർശേട്ടാ. സർപ്രൈസ് ആയിട്ടുള്ള കാര്യം സർപ്രൈസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സമയമാട്ടെ ആദർശന് എന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ നേരം പരവരാവെടുത്തു. ഉത്രാടത്തിന്റെ അന്ന് കഴിഞ്ഞ് തിരുവോണമായി. തിരുവോണത്തിന്റെ അന്ന് രാവിലെ അത്തപ്പൂ മത്സരമല്ല, അത്തപ്പൂവൊക്കെ ഇടുകയാണ്. ആര്? നമ്മുടെ നയനയാണ് അത്തപ്പൂ എല്ലാം ഡിസൈൻ ചെയ്ത് അത്തപ്പൂവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അങ്ങനെ അത്തപ്പൂവൊക്കെ ഇട്ട് വലിയ പൂക്കളമൊക്കെ ആക്കി. ഇത് വന്ന് കണ്ടതും മൂർത്തിക്കും വസന്തരയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ മൂർത്തി പറഞ്ഞു, ഇതിനിപ്പം ജഡ്ജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കാരണം ഡിസൈൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന എന്റെ കൊച്ചുമോളല്ലേ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടതൊന്നുമില്ല, അത്തപ്പൂ അടിപൊളിയായിട്ടുണ്ട്. അപ്പോഴത്തേക്കും അനാമികയ്ക്കൊന്നും അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ. അനാമിക അതൊക്കെ ഇങ്ങനെ കാണുകയാണിരുന്നത്. അപ്പൊ നമ്മുടെ ദേവയാനി വന്നു. ദേവയാനി വന്നിട്ട് നല്ല രസമായിട്ടുണ്ടല്ലോ മോളെ, അടിപൊളിയായിട്ടുണ്ടല്ലോ മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറയാണ്, കഴിഞ്ഞ വർഷം ഈ സമയത്ത് മാറി നിന്ന് എന്റെ ഭാര്യയെ കുറിച്ച് അമ്മ കുറ്റം പറയുമായിരുന്നു, ഓർക്കുന്നുണ്ടോ? അത് ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അതൊന്നും ഇനി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട മക്കളെ. ഞാന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഇവളാരാണ്, ഇവളെന്താണ്, ഇവളുടെ മനസ്സിലെ നന്മ എന്താണെന്നൊന്നും. പിന്നെയല്ലേ ഞാൻ അറിഞ്ഞത് സത്യങ്ങളൊക്കെ. അതുകൊണ്ട് അതൊക്കെ പോട്ടെ. ഈ വർഷത്തെ ഓണാഘോഷത്തിന് നമ്മൾ ഒന്നിച്ചതിന്റെ പ്രത്യേക ഒരു മധുരം കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കണം. ഈ ഒരു സമയത്ത് ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് എല്ലാവർക്കും അത്തപ്പൂവിന്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുക്കണ്ടേ? എല്ലാവരും ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് എല്ലാവരെയും പിടിച്ചു നിർത്താണ്. ഈ ഒരു സമയത്ത് ആയിക്കോട്ടെ നമ്മുടെ നന്ദാവനത്തിലും അത്തപ്പൂ ഒരുങ്ങാണ് കേട്ടോ. അങ്ങനെ അവിടെ 3 പേരേ ഉള്ളൂ അത്തപ്പൂ ഇടാൻ. ഇവിടെ നിറച്ച ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നയനയെ നന്നായിട്ട് കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ മിസ് ചെയ്യാണ്. അങ്ങനെ കനക പറയുന്നുണ്ട്, പാവം എൻ്റെ മോള്, ഓണത്തിനൊക്കെയാ എൻ്റെ മോളെ എനിക്ക് മിസ് ചെയ്യുന്നത്. അവള് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി ഇവിടെ വന്ന് അത്തപ്പൂ ഒക്കെ ഇടുമായിരുന്നു. അവളുടെ അത്തപ്പൂവിൻ്റെ അത്ര
അവളുടെ അത്തപ്പൂവിന്റെ അത്രയും ഭംഗിയൊന്നും നമ്മളിട്ട ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം. അതുപോലെ അവൾ അത്തപ്പൂ ഇടുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ അവൾ ഇവിടെ ഇല്ലല്ലോ. ഓ മതി മതി നിർത്ത്, ഇവിടെ ഞാനുണ്ടല്ലോ എന്നപ്പം നന്ദു പറഞ്ഞു. അപ്പം ഗോവിന്ദൻ പറഞ്ഞു, എന്റെ പൊന്നു കനക, അവൾ അവിടെ സന്തോഷിക്കട്ടെ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? അല്ല എങ്കിലും പാവം എന്റെ മോള്, അവളിവിടെ ഉണ്ടായിരുന്നപ്പം നമ്മുടെ വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമായിരുന്നു. അന്നും വെച്ച് ഇപ്പൊ എന്താ രസത്തിന് കുറവുണ്ടോ? ദേ മക്കളെ വിഷമിപ്പിക്കരുത് കേട്ടോ, നീ ഒരു കാര്യം ചെയ്തേ, അങ്ങ് മാറി നിന്നേ, മോളെ നന്ദു നീ അത്തപ്പൂ ഇടാൻ നോക്ക് എന്ന് പറഞ്ഞപ്പം, അല്ല അമ്മ പറയുന്നത് ശരിയൊക്കെ അച്ഛാ, ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗി വരുമെന്നൊന്നും എനിക്കറിയില്ല, നയന ചേച്ചിയുടെ അത്ര എത്തില്ല എനിക്കറിയാം. എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നയൻ ചേച്ചി വിളിച്ചു പറഞ്ഞിരിക്കുക, ഇവിടെ അത്തപ്പൂ ഇവിടെ അത്തപ്പൂ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് എടുത്ത് ഫോട്ടോ അയക്കണമെന്ന്. അവിടുത്തെ അത്തപ്പൂവിന്റെ ഫോട്ടോയും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുവേ. അപ്പോഴത്തേക്കും ഒരു മെസ്സേജ് വന്നു. നമ്മുടെ നന്ദു ഫോൺ നോക്കിയപ്പം അവിടുത്തെ അത്തപ്പൂവിന്റെ ഫോട്ടോസൊക്കെ ഇങ്ങോട്ട് വിടുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ വിടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദനും കനകയ്ക്കും സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. മക്കളെ അരികിലില്ലാത്തതിന്റെ വിഷമം ഏതൊരു അച്ഛനമ്മമാർക്കും കാണുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ കനകയും ഗോവിന്ദനും നന്ദുവും ഒക്കെ ചേർന്ന് ഇവിടുത്തെ അത്തപ്പൂ ഗംഭീരമാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്, അത്തപ്പൂ ഇടാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ അത്തപ്പൂ ഒക്കെ ഇടാൻ വേണ്ടി തുടങ്ങുന്നു. വീണ്ടും അനന്തപുരി തറവാട് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ അനന്തപുരി തറവാട് കാണിക്കുന്നു. എല്ലാവരും അത്തപ്പൂ ഒക്കെ ഇട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നയനയ്ക്ക് എന്തോ പറയാനുണ്ട് എന്ന് ആദർശ് പറയാണ്. അതെ, നയന ഇന്ന് എന്തോ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ടെന്നാ പറഞ്ഞത്. നയനയ്ക്ക് എന്തോ സർപ്രൈസ് പറയാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ, സർപ്രൈസോ, എന്ത് സർപ്രൈസ് എന്നിങ്ങനെ വസുന്ധരയൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അനാമികയാണെങ്കിൽ അവിടെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ എന്ത് സർപ്രൈസാ ഈ വീട്ടിൽ കിട്ടാനുള്ളത്? ഈ ഓണത്തിന് ഒരെണ്ണത്തിന് കൂടെ കിട്ടിയില്ലേ, ഇനിയിപ്പൊ വേറെ എവിടെയെങ്കിലും ഒരെണ്ണം ഉണ്ടോന്ന് ആർക്കറിയാം. വേറെ ചിലപ്പം ഇനിയിപ്പൊ കിട്ടിയവന് വേറെ അവിഹിതത്തില് എവിടെയെങ്കിലും ഒരെണ്ണം കൂടെ കാണുമായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ കളിയാക്കി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ പൊറുപൊറുക്കുന്ന കണ്ടപ്പോഴത്തേക്കും മുത്തശ്ശൻ, അല്ല അനാമിക മോൾ എന്താ ഈ വിളിച്ചു പറയുന്നത്? ഏയ് ഞാന് ഒന്നും പറഞ്ഞില്ല മുത്തശ്ശ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, ഒരു സർപ്രൈസ് തന്നെയാണ്, എല്ലാവർക്കും സന്തോഷമാകുന്ന ഒരു സർപ്രൈസാ എനിക്ക് പറയാനുള്ളത്. അതെല്ലാവർക്കും സന്തോഷമായിരിക്കും, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം. അപ്പൊ മുത്തശ്ശി ചോദിച്ചു, അതെന്ത് സർപ്രൈസാ മോളെ? അപ്പം നമ്മുടെ ദേവയാനിക്കൊന്നും പിടികിട്ടുന്നില്ല. ജലജയ്ക്ക് ഒരു പുച്ഛത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വസുന്ധര പറഞ്ഞു, എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും അല്ല. അല്ല ദേവയാനി, നിന്റെ മരുമകൾ ഇന്നലെ തലചുറ്റലോ ഛർദിയോ വല്ലോ ഉണ്ടായിരുന്നോ? ആർക്ക്? നയനയ്ക്കോ? ഹേയ്, അവക്ക് തലചുറ്റലും ഛർദിയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നു ആ സർപ്രൈസ് വേറൊന്നും അല്ല, ഈ വീട്ടില് ഒരു കുഞ്ഞും കൂടി വരാൻ പോവുകയാണെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ നയനയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറിയിട്ടോ. അപ്പൊ അധികമായ പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് നമ്മുടെ നയനയ്ക്ക് മനസ്സിലാവും. അവിടെ അധികമായ പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവര് വേറെ എന്തെങ്കിലുമൊക്കെ ഇനി ചിന്തിച്ച് കൂട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നയന പറഞ്ഞു, ഹേയ്, ഒരിക്കലും മുത്തശ്ശി പറയുന്നത് പോലെ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല. ഞാൻ പ്രഗ്നന്റ് ആണോന്നല്ല ഇപ്പൊ മുത്തശ്ശി പറഞ്ഞു വരുന്നത്. ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല. അതിനേക്കാൾ മേലെ സന്തോഷമുള്ളൊരു കാര്യമാണ്. മുത്തശ്ശിക്കും അത് സന്തോഷം തരുമെന്ന് എനിക്കറിയില്ല. ഇത്രയും നാളെ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കല്ലായിരുന്നോ? അപ്പൊ ചിലപ്പോൾ സന്തോഷമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. എങ്കിലും ഞാൻ ഇനി അങ്ങ് മറച്ചു വെക്കുന്നില്ല, ആ സത്യം പറയാൻ പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ഈ മുത്തശ്ശന്റെ അസുഖത്തിന്റെ കാര്യം? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മുത്തശ്ശന് ഇപ്പം അസുഖമില്ല. മുത്തശ്ശന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് കേട്ടത് നമ്മുടെ മുത്തശ്ശൻ ഞെട്ടിപ്പോയിട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും ഒളിപ്പിച്ചു വെച്ച ആ ഒരു രഹസ്യം പരസ്യമാക്കി നമ്മുടെ നയന ഇതെങ്ങനെ അറിഞ്ഞു എന്നൊന്നും മുത്തശ്ശന് അറിയില്ല. മുത്തശ്ശനും മുത്തശ്ശിയും അന്താളിച്ചു നിൽക്കുകയാണ്. അവർ രണ്ടുപേരും മാക്സിമം ഇത് മറച്ചു വെച്ചിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, ഇതായിരുന്നു അവരുടെ ഒരു പിടിവള്ളി കച്ചിത്തുരുമ്പ്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അസുഖക്കാരനാണല്ലോ എന്നൊരു ചിന്ത തോന്നിയിട്ട് എല്ലാവരും പതുക്കെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കും. ഒരു പ്രശ്നം വന്നാൽ കൂടി അങ്ങനെ മുത്തശ്ശനെ വേദനിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് ഒഴിഞ്ഞു മാറിപ്പോകും. അങ്ങനെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും മാറിപ്പോകാൻ വേണ്ടിയാണ് നമ്മുടെ മുത്തശ്ശൻ ഇതെല്ലാം മറച്ചു വെച്ചത്. പക്ഷെ നയനെ ആ സത്യം അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാവരും അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനിയിപ്പം അനന്തമൂർത്തി നമ്മുടെ നയനെ വഴക്ക് പറയുവോ, നീ എന്തിനാണ് ഇതൊക്കെ ഇപ്പം ഇവിടെ വിളിച്ചു കൂവിയതെന്ന് പറയുവോ? ഏതായാലും കാത്തിരിക്കാല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ അല്ലാട്ടോ, ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ അലീനയുടെ കഥയാണ് റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നത്. അപ്പൊ അതുമായിട്ട് നമുക്ക് കാണാം. അപ്പൊ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാമേ.